നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും നാറ്റോ സൈനിക സഖ്യത്തിന്റെയും ഭീഷണി നേരിടാനും ചെറുക്കാനും വ്യാപകമായി നാറ്റോ ശത്രുരാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാനും ആധുനിക മിസൈലുകൾ വിന്യസിക്കാനുമാണ് റഷ്യ പദ്ധതി തയ്യാറാക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ഒരു ആലോചന തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 2022 ഫെബ്രുവരി 24 മുതൽ റഷ്യ യുക്രൈനിൽ സൈനിക അധിനിവേശം നടത്തുകയാണ്. യുദ്ധം ഇപ്പോൾ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ തന്നെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവച്ചിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ഒരു ആലോചന റഷ്യ നടത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ജർമ്മനിയുടെ പ്രസ്താവനയും ഉണ്ടായിട്ടുണ്ട്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും വലിയ ആണവ ശക്തിയാണ് എന്നുമാണ് ജർമ്മനി ഓർമ്മിപ്പിക്കുന്നത്. റഷ്യയുടെ ആക്രമണം ഭയന്ന് ജർമ്മനിയിൽ വ്യാപകമായി ബങ്കറുകൾ സൃഷ്ടിക്കാനാണ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. റഷ്യ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയേക്കും എന്ന ഒരു സംശയമുള്ളതിനാൽ തന്നെ സ്വയരക്ഷ നോക്കി ഓടുന്നതിപ്പോൾ നാറ്റോ സഖ്യകക്ഷികളാണ്. റഷ്യക്കെതിരായ യുദ്ധത്തിന് തങ്ങളില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ജർമ്മനിയും ഇറ്റലിയും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ജനങ്ങളോട് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ പ്രത്യേകം നിർദ്ദേശം തന്നെ നൽകിക്കഴിഞ്ഞു. റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി പോകാൻ പോലും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പോർവിമാനങ്ങൾക്ക് കഴിയില്ല എന്നതാണ് സത്യം. ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് തള്ളിക്കളയുന്നില്ല. അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടിയെയാണ് റഷ്യ ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നത്. ലോകത്തെ ഏതു പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യയിൽ സജ്ജമാക്കും എന്നാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നതും. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ റഷ്യയെ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണ് എന്ന് തുറന്നു പറയാനും സെർജി റിയാബ്കോവ് തയ്യാറായിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറേഷ്നിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല എന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള 1998 ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുകയാണ്. ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തതുകൊണ്ടാണ് ഒറേഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരുന്നത്. എന്നാൽ പരീക്ഷണഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയുമാണ്. തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കും എന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ലോകത്തിനു ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങൾ ഉള്ളത്. സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്തുകാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ ശ്രമിക്കുന്നത്. റഷ്യയുടെ അയൽ രാജ്യങ്ങളെ, അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതോടെയാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമായത്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നതാണ് ഇവരുടെ നയം. ഇതുപോലെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നത് നാം ഓർക്കേണ്ടതാണ്. ഈ 32 രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ്.
ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും സംശയമുള്ള കാര്യമാണ്. ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾ റഷ്യക്കെതിരെ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളതും. ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയുമെല്ലാം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത്. നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ, അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ. ഈ ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കം മാത്രമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 കൂട്ടായ്മയേക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ. ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നുവന്നിട്ടുമുണ്ട്. ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാകണം എന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹം കൂടിയാണ്. അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിലും നിലവിലുണ്ട്. റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തിക ചേരിയുടെ തുടക്കമായാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യ തൽക്കാലം നിഷ്പക്ഷ നിലപാട് തുടരാനാണ് സാധ്യത എങ്കിലും അമേരിക്കയുടെ ശത്രുക്കളായ മറ്റു പല രാജ്യങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുമെന്ന കാര്യം ഉറപ്പാണ്. ചൈനയുടെ താൽപര്യം എന്നും അമേരിക്കയ്ക്ക് എതിരായതിനാൽ റഷ്യയ്ക്കൊപ്പം ആ രാജ്യവും ഉറച്ചു നിൽക്കും. അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും റഷ്യയുടെ സൈനിക താവളം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റഷ്യയുടെ ആവനാഴിയിൽ ലോകത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഉള്ളതിനാൽ റഷ്യയുമായുള്ള സൗഹൃദം പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.